പാലോ ഇത്തിരെങ്ങാനും ഉണ്ടോ തോന്നുന്നുണ്ടോ അറിയില്ല. തരാൻ മാത്രം അറിയില്ലല്ലോ, എടുത്തോളൂ. പിന്നെ ഒന്ന് പോയി നോക്കിയ ഫ്രിഡ്ജില് ഇമ്മയ്ക്ക് എടുത്തിട്ട് പോരെ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഓളുടെ മുഖം കടന്നൽ കുത്തിയ പോലെ അത് ഇന്ന് രാവിലെ തൊട്ടിട്ട് അങ്ങനെയാണ്. കാരണം എന്ത്, കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് പോയി. ക്ലാസ് കഴിഞ്ഞ് വരുന്ന എന്നെ കരഞ്ഞിട്ടാ കയ്യിലത്തെ മോതിരം പോയി അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിനൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം കുട്ടികളുടെ അടുത്തുനിന്ന് മാല തട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ നോക്കുന്നതോ കൈ കയറിപ്പിക്കുന്നത് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന്മാരുടെ മനോവൈകല്യം നമ്മൾ കുട്ടികളെ ചിന്തക്ക് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചു. നെടുവഴി കൂടെ വരുമ്പോ അവിടെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഒരു ക്യാമറ ഒന്നുമില്ല, ക്യാമറ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഒരു സ്കൂട്ടറിൽ കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് വരുന്നുണ്ട്. അതുവരെ ഞാൻ കേട്ടിരുന്നത്. ഞാൻ ആ മോളെ എന്നിട്ട് എന്താ ഉണ്ടായി. അപ്പൊ ഞാനും അമ്മ ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങളിങ്ങനെ മുട്ടിയിട്ട് അങ്ങനെ ആയപ്പോ എന്റെ മോതിരം ഊരിട്ട് പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ കുട്ടി ഒരു കൈ നീട്ടി വരുന്നുണ്ട്, നമ്മൾ ഒതുങ്ങി നിൽക്കുക ചെയ്യും, എന്തിനാ കൈ കാണിച്ചു പോയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ അങ്ങനെയാണ്, ഇങ്ങനെ കൈയായിട്ട് ഓരോരുത്തർ വരും. അപ്പൊ നമ്മളിങ്ങനെ മുട്ടണം. അപ്പൊ ഈ കൈയായിട്ട് വരുന്നവന്മാര് കൈ ഇങ്ങനെ തുറക്കും. അപ്പൊ ഇതിൽ മിഠായിയോ പൈസയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എടുക്കുമ്പോഴേക്ക് കുറെ വീഡിയോസ് കാണിച്ചു. അപ്പൊ അതിലിങ്ങനെ തന്നെയാണ് കുറെ കുട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ആരെങ്കിലും ഒക്കെ സ്കൂട്ടറിലൊക്കെ വന്നിട്ട് ഇതുപോലെ കൈ കാണിക്കും. ഈ കുട്ടികൾ ഇങ്ങനെ കൈ കാണിക്കും. അപ്പൊ കൈ തുറക്കുമ്പോ ഇതുപോലെ ഓരോ സാധനങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുന്നു. അതിന് വീഡിയോ എടുത്തിട്ടുണ്ടാവായിരിക്കും. അതാണ് അപ്പൊ കാണുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിന് പോകണില്ല. കാരണം നമ്മൾ 10-17 വർഷം ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മൂല്യങ്ങളുണ്ട് തന്നെ പറയാം അല്ലേ. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. വീട്ടിൽ ആരും ഇല്ലാത്തവരാണ് ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കരുത്. അവര് തരുന്നൊന്നും വാങ്ങി കഴിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് ഈ കാലത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്നാലും കയ്യും നീട്ടി അവർ പോയപ്പോഴും അപ്പൊ അവളെനിക്ക് പറയാ, ഈ വീഡിയോയില് കൈ കാണിക്കാതെ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ കൈ കാണിക്കാത്ത കുട്ടികളെ കുറിച്ച് ഇതിന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് മെസ്സേജ് കമന്റ് എന്ന് പറയില്ലേ, അത് നീ കാണിക്കുമ്പോഴേക്കും ഇവർ തേഞ്ഞു പോവോ, കാണാൻ മാത്രം ഉണ്ട് പന്നെ, അതൊന്ന് കൈ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഊരി പോവാൻ പോണില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ശരീരം വരെ പറഞ്ഞിട്ടുള്ള സ്കൂളിനോട് പറയാം, അമ്മ എനിക്കിത് കണ്ടിട്ട് പേടിയാണ്, ഞാൻ കൈ കാണിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ വീഡിയോ എന്നാലും ഇട്ടിരുന്നെങ്കിൽ അപ്പൊ എല്ലാവരും എന്നെ ഇങ്ങനെ ചീത്ത അറിയില്ല, അത് പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അവിടെ നിന്ന് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അനക്ക് വീട്ടുകാരില്ലേ, അച്ഛനും അമ്മയില്ലേ, നാട്ടിലും സ്കൂളിലൊക്കെ തന്നെ അറിയുന്ന ആൾക്കാരില്ലേ, ഇത്രയും ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു മോശം ആളാണെന്ന് വിചാരിച്ചു, ഈ വീഡിയോയുടെ അടിയിൽ 4 കമന്റ് വരുന്നത് കണ്ടിട്ട് ഇല്ലല്ലോ, അപ്പൊ അത്ര ബോധമില്ലേ ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ നല്ലോണം ചീത്ത. അപ്പോൾ ഞാൻ വളരെ ചീത്ത പറഞ്ഞെങ്കിൽ ഞാൻ ആലോചിച്ചു, ഈ ഫോണൊക്കെ വന്നതിന് ശേഷം വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളിൽ നമ്മൾ സാമാന്യമായിട്ട് പാലിച്ചിരുന്ന കുറച്ച് മര്യാദകളിൽ ഒരു മരണ വീട്ടിൽ പോവുകയാണെങ്കിൽ ഫോണും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ശരീരം കാണുക, പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക. അങ്ങനെയല്ലേ വീട്ടുകാരെ കാണുക, ഒന്ന് സമാധാനിപ്പിക്കുക, തിരിച്ചു വരിക. നമുക്ക് പോവാൻ പറ്റാത്ത വലിയ വല്ല ആൾക്കാരൊക്കെയാണ് മരിച്ചു വെച്ചാൽ ഈ ഫോണും പൊക്കി പിടിച്ച് അങ്ങോട്ട് പോവാതെ നമ്മൾ നമ്മളുടെ വീട്ടിലിരുന്നിട്ട് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ അച്ഛനൊക്കെ മരിച്ചിറക്കുന്ന സമയത്ത് എനിക്കൊന്നും സത്യം പറഞ്ഞ തല പൊങ്ങിയിട്ടില്ല, ഞാൻ തളർന്ന് കിടക്കരുത്. എന്റെ ആങ്ങളമാർക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അവര് സ്പ്രിങ് കാലിൽ വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതിനിടയ്ക്ക് ഇതുപോലെ ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ വ്യക്തിയെ ചിലപ്പോ ആ കുട്ടി, ആ നടന്റെ മോനെ അവനൊന്നും ചെയ്തില്ല, എന്താണ് നിങ്ങളൊക്കെ കാണിക്കും, ഒന്ന് മാറിക്കോളും ഇങ്ങനെ പറഞ്ഞേലൂ. വലിയ നടന്റെ അഹങ്കാരിയായിട്ടുള്ള ഒരു മോൻ, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് ഇരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായി ഇതിൽ പറഞ്ഞു. ഈ മനോവൈകല്യമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത് കുറെ കൂടി ആൾക്കാരുടെ രംഗിക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം ലൈസൻസ് ആയ പോലെ. കാരണം ഇതിങ്ങനെ ഇരുന്നിട്ട് മാലയിടുന്ന അറിയുന്നില്ല, ആദ്യം വരണം ചെല്ലണം വരുന്ന ധൈര്യങ്ങളുണ്ടാവുക. അപ്പൊ നമുക്ക് അറിയില്ല ഓന്റെ വായെ അതാണ് ഇപ്പൊ ഈ 17 വയസ്സുള്ള കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങിയത്. ഞാൻ കൈ കാണിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറയുന്നു. അതന്നെയാണ് ഒരു മരണ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അങ്ങോട്ട് സഹിച്ച് പിടിച്ചു നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും തിരിച്ചങ്ങനെ പറഞ്ഞു കഴിയണല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ വേറെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ മോന്തവൽപ്പിക്കലാണത്. ആരും റെഡി ആയിട്ടുണ്ടാവും, ഇപ്പൊ കൊണ്ടുവന്ന് വരുന്നുണ്ടാവും. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ.